അള്ളാഹുവിൻ്റെ ഖുർആനിനെ കുറിച്ച് നമ്മുടെ വിശ്വാസം, മുസ്ലിമീങ്ങളുടെ വിശ്വാസം, ഇസ്ലാമിൻ്റെ അധ്യാപനം അത് റബ്ബിൻ്റെ സംസാരമാണ് എന്നാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്. എന്നാൽ അഹ്ലുസുന്നത്തിൻ്റെ യഥാർത്ഥ വഴിയിൽ നിന്ന്, ഇസ്ലാമിൻ്റെ നേരായ പാതയിൽ നിന്ന് തെറ്റിപ്പോയ ചില കക്ഷികൾ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമല്ല, മറിച്ച് റബ്ബിൻ്റെ സൃഷ്ടിയാണ് എന്ന് വാദിച്ചവരാണ്. അങ്ങേയറ്റം അപകടകരവും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതുമായ വാദമാണ് എന്ത്? ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന വാദം. അവർ അത് പറയാനുള്ള കാരണം എന്താണ്? അള്ളാഹു സംസാരിക്കും എന്നതിനെ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. യഥാർത്ഥത്തിൽ നമ്മൾ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു നമ്മുടെ റബ്ബ് അവൻ സംസാരിക്കും. കലാം, സംസാരം എന്നത് അവൻ്റെ വിശേഷണമാണ്. എന്നാൽ ഇത് പറഞ്ഞപ്പോൾ പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോ അവരിൽ നിന്ന് ദീൻ കേട്ട ആദിമ തലമുറക്കോ ഇക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഗ്രീക്ക് ഫൽസഫകളിൽ നിന്ന്, അവരുടെ ഫിലോസഫികളിൽ നിന്ന് പല ആശയങ്ങൾ കടമെടുക്കുകയും അതിനനുസരിച്ച് ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തവർ ഇതുപോലുള്ള റബ്ബിൻ്റെ സ്ഥിരപ്പെട്ട വിശേഷണങ്ങളെ തള്ളിക്കളഞ്ഞു. അവർ പറഞ്ഞു അള്ളാഹു സംസാരിക്കുമെന്ന് പറയാൻ പാടില്ല. കാരണം അവരുടെ ഒരു വാദമുണ്ട്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ തള്ളിക്കളയുക എന്ന വാദം. അതിനവർ ന്യായം പറയും, സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിയുടെ വിശേഷണമല്ലേ, പടപ്പുകളല്ലേ സംസാരിക്കുക, പടച്ച റബ്ബ് എങ്ങനെയാണ് സംസാരിക്കുക? അള്ളാഹു സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളോട് പടപ്പിനെ സാദൃശ്യപ്പെടുത്തലായി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ, എത്രമാത്രം കേടുവന്ന ചിന്തയാണ് അവരുടേത് എന്ന്. കാരണം അള്ളാഹു സംസാരിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? അള്ളാഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖുർആനിൽ അത് നിറഞ്ഞു കിടക്കുന്നു, അള്ളാഹുവിൻ്റെ സംസാരം. അൽ ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്. അതിൽ തന്നെ അള്ളാഹു എന്തെല്ലാം പറഞ്ഞതായി ഖുർആനിലുണ്ട്. ഖാല അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. അവനവൻ്റെ നബിമാരോട് സംസാരിച്ചത്, അവൻ അന്ത്യനാളിൽ മനുഷ്യരോട് സംസാരിക്കുന്നത്, സ്വർഗവാസികളോട് സംസാരിക്കുന്നത്, നരകക്കാരോട് സംസാരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ റബ്ബിന് ഇതറിയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ലേ റബ്ബിനെ കുറിച്ച് ഇത് പറഞ്ഞാൽ പടപ്പുകളെ പോലെ ആയിപ്പോകുമെന്ന്? അല്ല, തകരാറ് യഥാർത്ഥത്തിൽ ഖുർആനിനോ സുന്നത്തിനോ അല്ല, മറിച്ച് തകരാറ് അവരുടെ ചിന്തക്കാണ്. അവർ സംസാരം എന്ന് പറഞ്ഞ ഉടനെ പടപ്പുകളുടെ സംസാരം എന്ന് ധരിച്ചു വെച്ചു. സൃഷ്ടികളുടേത് പോലെയുള്ള സംസാരം എന്നവർ വിചാരിച്ചു. അല്ല, സൃഷ്ടികൾ വേറെ, ഖാലിഖായ റബ്ബ് വേറെ. അതുപോലെ തന്നെയാണ് സൃഷ്ടികളുടെ വിശേഷണങ്ങൾ വേറെ, ഖാലിഖായ റബ്ബിൻ്റെ വിശേഷണങ്ങൾ വേറെ. റബ്ബും അവൻ്റെ പടപ്പുകളും ഒരുപോലെയല്ല. അതുപോലെ റബ്ബിൻ്റെ വിശേഷണങ്ങളും പടപ്പുകളുടെ വിശേഷണങ്ങളും ഒരുപോലെയല്ല. സഹോദരങ്ങളെ, നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ റബ്ബ് അവൻ സംസാരിക്കും. അവൻ സംസാരിക്കുന്നവനാണ്. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ സംസാരിക്കും. അവൻ ഉദ്ദേശിക്കുന്ന കാര്യം അവൻ സംസാരിക്കും. അവൻ ഉദ്ദേശിക്കുന്ന അവൻ്റെ പടപ്പുകളെ അവൻ ആ സംസാരം കേൾപ്പിക്കും. നോക്കൂ, എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് കലാമുണ്ട്. കലാം അവൻ്റെ വിശേഷണമാണ്. അവൻ സംസാരിക്കും. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന കാര്യം, അവൻ ഉദ്ദേശിക്കുന്ന പടപ്പുകളെ അവനത് കേൾപ്പിക്കുകയും ചെയ്യും. റബ്ബ് അവൻ തുടക്കമില്ലാത്തവനാണ്. അതുപോലെ തന്നെ അവൻ്റെ ഏതേത് വിശേഷണങ്ങളും അത് തുടക്കമില്ലാത്തതാണ്. അവനോടൊപ്പം അതുണ്ട്. അവൻ അവസാനിക്കുകയില്ല എന്നതുപോലെ അവൻ്റെ വിശേഷണങ്ങളും അവസാനിക്കുകയില്ല. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വലൗ അന്നമാ ഫിൽ അർദി മിൻ ഷജറത്തിൻ അഖ്ലാമുൻ വൽബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബഅതു അബ്ഹുറിൻ മാ നഫിദത് കലിമാത്തുല്ലാഹ്. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പറഞ്ഞു, കടലുകൾ, അതുപോലെ ലോകത്തെ വൃക്ഷങ്ങൾ, കടലുകൾ മഷിയാക്കിയാൽ, അതിൻ്റെ കൂടെ 7 സമുദ്രങ്ങൾ കൂട്ടിച്ചേർത്താൽ, ലോകത്തെ
മരങ്ങളെല്ലാം പേനയാക്കിയാൽ, അതുകൊണ്ട് റബ്ബിൻ്റെ കലാം എഴുതാൻ ശ്രമിച്ചാൽ മാ നഫിദത് കലിമാത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ സംസാരം അവസാനിക്കുകയില്ല. എന്തുകൊണ്ടാണ്? അവൻ അവസാനമില്ലാത്തവനാണ്, അവൻ അറ്റമില്ലാത്തവനാണ്. ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅ്നാ ബിമിസ്ലിഹി മദദ. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ പാരായണം ചെയ്യാറില്ലേ? ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി, പറയുക സമുദ്രം എൻ്റെ റബ്ബിൻ്റെ വാക്കുകൾ എഴുതാനുള്ള മഷിയാക്കിയിരുന്നുവെങ്കിൽ. ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു, സമുദ്രം തീർന്നു പോകും എൻ്റെ റബ്ബിൻ്റെ കലിമാത്ത്, അവൻ്റെ വാക്കുകൾ അവസാനിക്കുന്നതിന് മുൻപ്. വലൗ ജിഅ്നാ ബിമിസ്ലിഹി മദദ, സമുദ്രത്തിൻ്റെ അത്രയും വീണ്ടും കൊണ്ടുവന്നാൽ. എന്തുകൊണ്ടാണ്? കാരണം സമുദ്രം ഇത്ര അധികമുണ്ട് എങ്കിലും അത് മഹ്സൂറാണ്, അതിനെണ്ണമുണ്ട്, ഇതിനൊരു കണക്കുണ്ട്. അത് കഴിഞ്ഞാൽ അത് അവസാനിക്കും, കാരണം അതൊരു സൃഷ്ടിയാണ്. സമുദ്രം നോക്കൂ, അത് നമുക്കതിലെ നുരകളോ അതിലെ വെള്ളമോ നമുക്ക് കണക്കാക്കാൻ സാധ്യമല്ല, എങ്കിലും അതിനൊരു കണക്കുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു നിശ്ചിത അളവിലാണുള്ളത്, അള്ളാഹു നിശ്ചയിച്ച അളവിലാണുള്ളത്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ പടച്ചതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ കലാമാകട്ടെ, അവൻ്റെ സംസാരമാകട്ടെ, അവൻ്റെ സൃഷ്ടിയല്ല, അവൻ്റെ വിശേഷണമാണ്. അവൻ തുടക്കമോ ഒടുക്കമോ ഇല്ലാത്തവനാണ് എന്നതുപോലെ അവൻ്റെ വിശേഷണമായ അവൻ്റെ സംസാരവും തുടക്കമോ ഒടുക്കമോ ഇല്ലാത്തതാണ്. ആ സംസാരം റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ പടപ്പുകളിൽ അവൻ ഉദ്ദേശിക്കുന്നവരോട് നടത്തും. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ഏതുപോലെ തൗറാത്തും ഇൻജീലും സബൂറും എല്ലാം അള്ളാഹുവിൻ്റെ കലാമായിരുന്നു എന്നതുപോലെ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമിലൊന്നാണ്. അതല്ല ഖുർആൻ മാത്രമാണോ അള്ളാഹുവിൻ്റെ കലാം? ഒരിക്കലുമല്ല. റബ്ബിൻ്റെ കലാം ശർഈയായ അവൻ്റെ കലാമുണ്ട്, കൗനിയായ അവൻ്റെ കലാമുണ്ട്. ശർഈയായ കലാം എന്നാൽ അവൻ്റെ കിതാബുകൾ അവൻ്റെ കലാമാണ്, അവൻ്റെ സംസാരമാണ്. അതുപോലെ നോക്കൂ, പ്രാപഞ്ചികമായ കാര്യങ്ങൾ അവൻ നിശ്ചയിച്ചത് എങ്ങനെയാണ്? അവൻ പറഞ്ഞുകൊണ്ടാണ്, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹുവിൻ്റെ കാര്യം, അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് പറയുകയാണ്, പറയുക മാത്രമാണ്. കുൻ, നീ ഉണ്ടാവുക എന്ന്, ഫയക്കൂൻ, അപ്പോൾ അത് ഉണ്ടാകും. പറയുകയേ വേണ്ടു റബ്ബ് സുബ്ഹാനഹു വ തആല, അപ്പോൾ അത് ഉണ്ടാകുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് റബ്ബിനെ കുറിച്ച് പറയുന്നത് അതാഉഹു കലാം, അവൻ നിനക്ക് വല്ലതും നൽകണമെങ്കിൽ പറയുകയേ വേണ്ടു. അവനൊന്ന് പറഞ്ഞാൽ സംഭവിക്കാത്തതൊന്നുമില്ല. അവൻ ഉദ്ദേശിക്കുന്നതെന്തും അവൻ കുൻ, ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ വേണ്ടൂ, അത് ഉണ്ടാകും. അപ്പോൾ നോക്കൂ, റബ്ബിൻ്റെ സംസാരം അത് തുടക്കമില്ലാത്ത ഒടുക്കമില്ലാത്ത സംസാരമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ആദം നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ചിട്ടുണ്ട്, മലായിക്കത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. വഇദ് ഖാല റബ്ബുക ലിൽ മലായിക, അവൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. വഖുൽനാ യാ ആദം, നാം ആദമിനോട് പറഞ്ഞു, യാ ആദം, ഓ ആദം, താങ്കളും താങ്കളുടെ ഇണയും സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക. ആദം അലൈഹിസ്സലാമിനോട് റബ്ബ് സംസാരിച്ചതാണ്. നൂഹ് നബിയോട് റബ്ബ് സംസാരിച്ചിട്ടുണ്ട്, ഖുർആനിലുണ്ട്. അള്ളാഹുവിൻ്റെ അംബിയായിനോട് റബ്ബ് സംസാരിച്ചിട്ടുണ്ട്, മലായിക്കത്തിനോട് സംസാരിച്ചിട്ടുണ്ട്, ഇബ്ലീസിനോട് പറഞ്ഞിട്ടുണ്ട്, അന്ത്യനാളിൽ അവൻ സംസാരിക്കും. നോക്കൂ, അറ്റമില്ലാത്തതാണ് അവൻ്റെ സംസാരം എന്നു മാത്രമല്ല, ആ സംസാരം എന്നാൽ അത് ബിഹർഫിൻ വസൗത്തിൻ. സംസാരമാകണമെങ്കിൽ അതിനെന്തു വേണം? അത് എഴുതാൻ സാധിക്കണം. ഹർഫോടെയാണ് സംസാരം, അഥവാ ആ സംസാരം അത് അക്ഷരങ്ങൾ കൂടിച്ചേർന്ന സംസാരമാണ്. അതല്ലാതെ എന്തില്ല? സംസാരമില്ല. അതുപോലെ അവൻ്റെ സംസാരം കേൾക്കാൻ സാധിക്കും, അതിന് ശബ്ദമുണ്ട്, ഇതെന്തുകൊണ്ടാണ് നമ്മളിത് പ്രത്യേകം പറയുന്നത്? ഇതിനെല്ലാം നിഷേധിച്ച പിഴച്ച കക്ഷികളുണ്ട് എന്നതിനാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, യഹ്ശുറുല്ലാഹുൽ ഇബാദ്, അള്ളാഹു പടപ്പുകളെ ഒരുമിച്ചു ചേർക്കും. ഫയുനാദീഹിം ബിസൗത്തിൻ, അള്ളാഹു അവരെ ശബ്ദം മുഖേന വിളിക്കും. യസ്മഉഹു മൻ ബഉദ് കമാ യസ്മഉഹു മൻ ഖറുബ്, ആ ശബ്ദം ദൂരെ ഉള്ളവർ കേൾക്കുന്നത് അടുത്തുള്ളവർ കേൾക്കുന്നത് പോലെ ആയിരിക്കും, എല്ലാവരും കേൾക്കും. അവൻ പറയും, അനൽ മലിക്,
ഞാനാകുന്നു യഥാർത്ഥ രാജാവ്. അനദ്ദയ്യാൻ, ഞാനാണ് ദയ്യാൻ, ഓരോരുത്തർക്കും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നവൻ. അള്ളാഹു ബിസൗത്തിൻ, ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് സംസാരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഖുർആനിൽ എന്തു പറഞ്ഞ റബ്ബിൻ്റെ സംസാരത്തെക്കുറിച്ച് കലാമുല്ലാ, അവൻ്റെ കലാം എന്ന് പറഞ്ഞു. അതുപോലെ ഖാലല്ലാഹ് ഖുർആനിലുണ്ട്. അതുപോലെ ഹദീസ് എന്നവൻ്റെ സംസാരത്തെക്കുറിച്ച് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. കാരണം ഹദീസ് എന്നാൽ അതിൻ്റെ വാക്കർത്ഥം എന്താണ്? സംസാരം എന്താണ്? ഖുർആനിലില്ലേ വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ, അള്ളാഹുവിനെ പോലെ സത്യം പറയുന്ന മറ്റാരുണ്ട്? അതുപോലെ നോക്കൂ, മുനാദാത്ത് എന്നാൽ ഉച്ചത്തിൽ വിളിക്കുക, അതിനാണ് മുനാദാത്ത് എന്ന് പറയുക. മൂസ അലൈഹിസ്സലാമിന് അള്ളാഹു വിളിച്ചതിനെ കുറിച്ച് ഖുർആനിൽ സൂറത്ത് മറിയമിൽ നമുക്ക് കാണാം, വനാദൈനാഹു, നാം മൂസ അലൈഹിസ്സലാമിനെ വിളിച്ചു. അതുപോലെ മുനാജാത്ത്, അത് പതുക്കെ പറയുക, അടുത്തു നിന്ന് പറയുക, അതിനാണ് മുനാജാത്ത് എന്ന് പറയുക. മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹു അങ്ങനെ സംസാരിച്ചതായി ഖുർആനിൽ വന്നിട്ടുണ്ട്. വഖറബ്നാഹു നജിയ്യ, നാം മൂസായെ അടുപ്പിച്ചു, നജിയൻ, സംസാരിച്ചുകൊണ്ട് അടുത്തു നിന്ന് പറയുക, അതിനാണ് മുനാജാത്ത് എന്ന് പറയുക. അപ്പം നോക്കൂ, കലാം, ഖൗൽ, ഹദീസ്, മുനാജാത്ത്, ഇതെല്ലാം റബ്ബിൻ്റെ സംസാരങ്ങളെക്കുറിച്ച് ഖുർആനിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ പരാമർശിച്ചിട്ടുള്ള പ്രയോഗങ്ങളാണ്.